ദിവ്യ എസ് അയ്യർ IAS കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖം കൂടിയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ ഒരു കവിത ചൊല്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം അതിന്റെ മുന്നിൽ നിന്ന് ഒരു പൊതുപരിപാടിയിൽ അവർ ഒരു കവിത ചൊല്ലുകയാണ്. മുഹമ്മദ് വെമ്പായത്തിന്റെ വരികൾക്ക് സെബി നായരമ്പലം സംഗീതം കൊടുത്തൊരു കവിത എന്നുള്ള നിലയ്ക്ക് അവർ പാടിയ ഒരു പാട്ട്, അതായത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചാണക സിനിമയുടെ പ്രൊപ്പഗൻഡ അറിയാലോ, കേരള സ്റ്റോറി 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാണക സിനിമ, ഒരു പ്രൊമോഷൻ സിനിമ പുറത്തേക്ക് വന്ന് അതിന്റെ ട്രെയിലർ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ദിവ്യ എസ് അയ്യർ ഒരു ഇതുപോലൊരു കവിതയായിട്ട് കേരളം എന്താണെന്നും കേരളത്തിലെ മനുഷ്യർക്ക് പടച്ചോന്റെ പേരിൽ തമ്മിത്തല്ലില്ലാത്തൊരു സമയമാണെന്നും ഈ വ്രതശുദ്ധിയുടെ കാലത്ത് അവർ ഉറക്കെ ഒരു മൈക്കിന്റെ മുന്നിൽ നിന്ന് പരസ്യമായിട്ടൊരു കവിത ചൊല്ലിക്കൊണ്ട് കേരളത്തിന്റെ മതേതരത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിന്റെ മനുഷ്യർക്കിടയിലെ മതേതര ബോധത്തെ കൃത്യമായി ഊട്ടിയുറപ്പിച്ച ആ കവിത നാട് കേൾക്കണം. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണ് കരഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി 100 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാട് എങ്ങോട്ടും പോയിട്ടില്ല, കേരളത്തിൽ തന്നെ ആ നാടുണ്ട്.